പുൽവാമയിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നിലപാട് ശക്തമാക്കാൻ ഒരുങ്ങി വീണ്ടും ഇന്ത്യ. പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം പോലും നൽകരുതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. നിലവിൽ പാകിസ്ഥാന് നദീജലം വിട്ടു നൽകുന്നത് തടയണം. പാകിസ്ഥാന് വെള്ളം കിട്ടാതിരിക്കാൻ നദികൾ വഴിതിരിച്ചു വിടണമെന്നും ഉത്തർപ്രദേശിലെ ബാഗ്പത്തിൽ ഒരു യോഗത്തിൽ സംസാരിക്കവെ ഗഡ്കരി വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും 1960-ൽ ഒപ്പുവെച്ച സിന്ധു നദീജല കരാറിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ 4 നദികളിലെ വെള്ളം പാകിസ്ഥാന് നൽകുന്നുണ്ട്. ഇത് നിർത്തണമെന്നാണ് ഗഡ്കരി പറയുന്നത്. പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് നൽകിയിരുന്ന സൗഹൃദ പദവി ഇന്ത്യ റദ്ദാക്കിയിരുന്നു. പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ 200% നികുതി ചുമത്തിയിരുന്നു. ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാക് പൗരന്മാർക്കെതിരെയും ആളുകൾ രംഗത്തെത്തി. പാകിസ്ഥാൻ പൗരന്മാർ 48 മണിക്കൂറിനുള്ളിൽ നഗരം വിടണമെന്നാണ് രാജസ്ഥാനിലെ ബിക്കാനിൽ ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. പുൽവാമയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രദേശത്തെ ഭരണകൂടം CRPC 144 വകുപ്പ് പ്രകാരം നിരവധി നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. പാക് പൗരന്മാർക്ക് താമസ സൗകര്യം നൽകരുതെന്ന് ജില്ലയിലെ ഹോട്ടലുകൾക്കും ലോഡ്ജുകൾക്കും ഇവർ നിർദ്ദേശം നൽകി. പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് തൊഴിൽ നൽകരുത്. അയൽരാജ്യവുമായി നേരിട്ടോ അല്ലാതെയോ യാതൊരു വ്യാപാര പങ്കാളിത്തവും പാടില്ലെന്നും ഉത്തരവിൽ പറയുന്നു. അപരിചിതരായ ആളുകളുമായി സൈനിക നീക്കങ്ങളുടെ വിവരങ്ങൾ ഫോണിൽ കൈമാറാൻ പാടില്ല. പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡുകൾ ബിക്കാനീർ ജില്ലയിൽ ഉപയോഗിക്കുന്നതിനും കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റു പല ജില്ലകളിലും സമാനമായ രീതിയിൽ നിയന്ത്രണങ്ങളുണ്ട്. 2 മാസത്തേക്കാണ് പാകിസ്ഥാൻ പൗരന്മാർക്കുമേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം വിദേശ രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാക് പൗരന്മാർക്ക് ഇത് ബാധകമല്ല. ഉത്തരവിന് പിന്നാലെ വാടക കെട്ടിടങ്ങളിലും വീടുകളിലും താമസിക്കുന്ന പാകിസ്ഥാനികളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ നാട്ടുകാർ ആരംഭിച്ചു. പലയിടത്തും പാകിസ്ഥാനികൾ പലായനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അതേസമയം ഇന്ത്യ തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. പുൽവാമയിലെ ആക്രമണം കൊണ്ട് പാകിസ്ഥാന് യാതൊരു നേട്ടവും ഉണ്ടാകാനില്ലെന്നും ഇന്ത്യ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണെങ്കിൽ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാണെന്നുമാണ് ഇമ്രാൻഖാൻ പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാനെതിരെ സൈനിക നടപടിക്ക് ആലോചിക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറൈഷി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തയച്ചിരുന്നു. മേഖലയിലെ തങ്ങളുടെ സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണി ഉയർന്നിരിക്കുകയാണെന്നും ഇന്ത്യ അവരുടെ സൈന്യത്തെ പാകിസ്ഥാനെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഷാ കത്തിൽ പറഞ്ഞു. പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഖുറൈഷി ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.